തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിച്ചതിലും തുടർന്നുണ്ടായ പോലീസ് നരനായാട്ടിലും ഇന്ന് സംസ്ഥാന വ്യാപകമായി BJP പ്രതിഷേധിക്കുകയാണ്. തൃശൂരിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന SP ഓഫീസിലേക്കുള്ള മാർച്ചിൽ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. അതേസമയം ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തെത്തിയ കേന്ദ്രമന്ത്രി പുലർച്ചെ തൃശൂരിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. രാവിലെ 9:30 തൃശൂരിലെത്തുന്ന സുരേഷ് ഗോപി പരിക്കേറ്റ BJP പ്രവർത്തകരെ സന്ദർശിക്കും. ഇവരുമായി തൃശൂരിൽ നിന്നും സനു K. സജീവ് ചേരുകയാണ്. സനു, പോലീസിന്റെ നരനായാട്ടിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇന്നും പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി അലയടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിൽ എത്രത്തോളം പ്രതിഷേധ പരിപാടികൾക്കാണ് BJP നേതൃത്വം ആഹ്വാനം ചെയ്തിരിക്കുന്നത്? ഏതൊക്കെ പ്രമുഖ നേതാക്കൾ ഈ പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കും? ഒപ്പം 9:30 തൃശ്ശൂരിലെത്തുന്ന റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന സുരേഷ് ഗോപി അശ്വിനി ഹോസ്പിറ്റലിൽ പരിക്കേറ്റവരെ സന്ദർശിക്കുകയും ചെയ്യും, അല്ലേ? KP, ഇന്നലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് CPIM-ന്റെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചും അതിനെ തുടർന്നുണ്ടായ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ളൊരു BJP-യുടെ നേതൃത്വത്തിൽ CPIM-ന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇതിനെ തുടർന്ന് പോലീസിൻ്റെയും ഒപ്പം തന്നെ CPIM-ന്റെയും ഭാഗത്തു നിന്ന് BJP പ്രവർത്തകർക്ക് നേരെ വലിയൊരു അക്രമമാണ് അടിച്ചുവിട്ടത്. BJP-യുടെ ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ്, ഒപ്പം തന്നെ BJP-യുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PK ബാബു, BJP സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു അടക്കമുള്ള നിരവധി പ്രവർത്തകർക്ക് CPM-ന്റെയും ഒപ്പം തന്നെ പോലീസിന്റെയും അക്രമത്തിൽ പരിക്കേറ്റിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് ഇന്ന് BJP-യുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് തൃശൂർ ജില്ലയിലും വലിയ പ്രതിഷേധത്തിന് BJP തയ്യാറെടുത്തിരിക്കുകയാണ്. ഇന്ന് 10:30 BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, ഒപ്പം തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. ആയിരക്കണക്കിന് പ്രവർത്തകരും ഈ മാർച്ചിൽ പങ്കാളികളാകുമെന്നാണ് BJP നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അല്പസമയത്തിനുള്ളിൽ തന്നെ തൃശ്ശൂരിലേക്ക് എത്തിച്ചേരും. ഇന്ന് പുലർച്ചെ 5:30 അദ്ദേഹം വന്ദേ ഭാരത് ട്രെയിനിൽ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്കുള്ള യാത്ര ആരംഭിച്ചിട്ടുണ്ട്. 9:30 അദ്ദേഹം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ വലിയൊരു സ്വീകരണമാണ് കേന്ദ്രമന്ത്രിക്ക് ഒരുക്കിയിട്ടുള്ളത്. BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ തയ്യാറെടുപ്പുകളും അതിനു വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ സുരേഷ് ഗോപി തൃശ്ശൂരിൽ എത്തിയതിനു ശേഷം ആദ്യം ഇന്നലെ ഉണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് കഴിയുന്ന BJP-യുടെ ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ളവർ ചികിത്സയിൽ കഴിയുന്ന അശ്വിനി ആശുപത്രിയിലേക്കാണ് അദ്ദേഹം ആദ്യം പോകുക. അവിടെ ചെന്ന് പരിക്കേറ്റ പ്രവർത്തകരെ കാണുകയും അവരുടെ കാര്യങ്ങൾ, ക്ഷേമ വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യും. അതിനുശേഷം കേന്ദ്രമന്ത്രി അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് എത്തുമെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നലെ ഈ ക്യാമ്പ് ഓഫീസിലേക്കാണ് CPM-ന്റെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയും ഈ ക്യാമ്പ് ഓഫീസിലേക്കുള്ള ദിശാ ബോർഡിലേക്ക് കരിയോയിൽ ഒഴിക്കുകയും അതിന്റെ പശ്ചാത്തലത്തിലാണ് തുടർന്ന് ഈ കാണുന്ന സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിയത്. ഈ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ ഈ ദിശാ ബോർഡിലേക്ക് കരിയോയിൽ ഒഴിച്ച പ്രവർത്തകനെ പോലീസ് ആദ്യം കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് പോലീസ് വാഹനത്തിൽ നിന്ന് നമ്മളെല്ലാം ദൃശ്യങ്ങൾ കണ്ട പോലെ തന്നെ CPM-ന്റെ നേതാക്കൾ, മുതിർന്ന നേതാക്കൾ വന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റിയിട്ട് ഈ പ്രവർത്തകനെ മോചിപ്പിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കേരളമെല്ലാം ഇന്നലെ കണ്ടതാണ്. ആ പ്രവർത്തകനെ ഇന്നലെ ഏറെ വൈകിയാണ് പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. അതുപോലെ തന്നെ ഇന്നലെ മാർച്ചും അതിനെ തുടർന്നുണ്ടായ സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളിൽ 70 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിലും പോലീസിന്റെ വിവേചനം ഉണ്ട്. 70 പേർക്കെതിരെ കേസെടുക്കുമ്പോൾ 30 പേർക്ക് CPM പ്രവർത്തകരായുള്ള 30 പേർക്കും ഒപ്പം തന്നെ 40 BJP പ്രവർത്തകർക്കെതിരെയുമാണ് കേസെടുത്തിട്ടുള്ളത്. ആ കേസെടുക്കുന്ന കാര്യത്തിലും സംഘർഷം സൃഷ്ടിച്ച CPM പ്രവർത്തകരെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് പോലീസ് മാറി. 30 പേർക്കെതിരെ മാത്രമാണ് CPM-ന്റെ ഭാഗത്തു നിന്നുള്ള 30 പേർക്കെതിരെ മാത്രമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. BJP ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ള 40 പേർക്കെതിരെ മറുഭാഗത്തും കേസെടുത്തിട്ടുണ്ട്. അതായത് ഇന്നലെ ജസ്റ്റിൻ ജേക്കബും ഒപ്പം തന്നെ BJP ജില്ലാ ജനറൽ സെക്രട്ടറിക്ക് അടക്കം പരിക്കേറ്റിട്ടുള്ളത് ഈ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായ കല്ലേറിലും കുപ്പിയേറിലുമാണ്. ഈ കുപ്പിയെറിഞ്ഞവരെയും കല്ലെറിഞ്ഞവരെയും ഒരു ഭാഗത്ത് സംരക്ഷിക്കുകയും ഒപ്പം തന്നെ വളരെ സമാധാനപരമായിട്ട് പ്രതിഷേധിച്ച BJP പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ നരനായാട്ട് നടത്തുന്ന കാഴ്ചയാണ് ഇന്നലെ വൈകുന്നേരം കേരളം ഒന്നാകെ കണ്ടത്. എന്തായാലും പോലീസിന്റെ ഇരട്ട നീതി കേസെടുക്കുന്ന കാര്യത്തിലും ഓരോ ജനങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിലുമെല്ലാം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് സംഘടിച്ചവരെ നിയന്ത്രിക്കുന്ന കാര്യത്തിലെല്ലാം പോലീസിന്റെ ഇരട്ട നീതി ഇന്നലെ മുതൽ തുടങ്ങിയതാണ്. KP.
യെസ്, തൃശ്ശൂരിൽ നിന്നും സാനു കെ സജീവാണ് വിശദാംശങ്ങൾ നൽകിയത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് BJP ഇന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സുരേഷ് ഗോപി 9:30 തന്നെ തൃശ്ശൂരിലെത്തും. അതിനുശേഷം അശ്വിനി ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിക്കും. 10:30 SP ഓഫീസ് മാർച്ചിന് BJP നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്.